സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മുടെ ഇന്നത്തെ അതിഥി മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എ ഹരികുമാറാണ്. സാർ നമസ്കാരം. നമസ്തേ അയ്യപ്പദാസ്. സാർ, നമുക്ക് ഇപ്പോൾ ഈ നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന ചില റിപ്പോർട്ടുകളിൽ ഇന്ത്യ ഉൽപാദന മേഖലയിൽ വളരെ വലിയ കുതിപ്പിലേക്ക് നീങ്ങുകയാണ്. മറ്റ് ലോകരാഷ്ട്രങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ഉൽപാദന മേഖല വൻ കുതിപ്പാണ് ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന റിപ്പോർട്ടുകൾ വരുന്നു. സർ, ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്? ഇങ്ങനെ വൻ കുതിപ്പ് നമുക്ക് ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ടോ? ഉൽപാദന മേഖലയിലെ, അതായത് മാനുഫാക്ചറിങ് സെക്ടറിലെ ഇന്ത്യയുടെ ഒരു വളർച്ചയും 2035 ഇന്ത്യ ഒരു വൻ ശക്തിയായിട്ട് മാറുന്ന സൂചനയും നൽകിയിരിക്കുന്നത് ഒരു ധനകാര്യ ഏജൻസി ആയിട്ടുള്ള മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ടാണ്. അപ്പോ അവരുടെ ഒരു പ്രഡിക്ഷന് നമ്മുടെ ഇതുവരെയുള്ള വളർച്ചയുടെ അടിസ്ഥാനത്തിൽ അവർ നടത്തിയിരിക്കുന്ന ഒരു പ്രവചനമാണ്. അല്ലെങ്കിൽ അത് പ്രവചനം എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ നമ്മുടെ ഇതുവരെയുള്ള വളർച്ചയുടെ തോത് വെച്ചിട്ട് ഇത്ര കൊല്ലം കഴിയുമ്പോൾ നമ്മൾ എത്ര ഒരു നിലയിലേക്ക് എത്തിച്ചേരുമെന്നുള്ള ഒരു കണക്കുകൂട്ടലാണ്. അല്ലാതെ നമ്മൾ പ്രവചനം എന്ന് പറയുമ്പോൾ നമുക്കത് ജ്യോതിഷത്തിലെ പ്രവചനമായിട്ട് നമ്മൾ കൂട്ടിക്കുഴക്കരുത്. അപ്പോ അതാണ് അവരുടെ ഒരു കണക്കുകൾ പ്രകാരം 2035 1.5 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1000 ബില്യൺ. അപ്പോ ആ 1.5 ട്രില്യൺ US$ ഉൽപാദന ശേഷി ഇന്ത്യയുടെ നിർമ്മാണ മേഖല 2035 രേഖപ്പെടുത്തുമെന്നാണ് മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. മറ്റു റേറ്റിംഗ് ഏജൻസികളും, എനിക്കൊന്ന് ഗോൾഡ്മാൻ സാക്സും ഒക്കെ ഏതാണ്ട് ഇതേ രീതിയിലുള്ള കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോ 1.5 ബില്യൺ എന്ന് പറയുമ്പോൾ 1.5 ട്രില്യൺ എന്ന് പറയുമ്പോൾ 1500 ബില്യൺ. ആ ബില്യൺ ഉൽപാദനം നിർമ്മാണ മേഖല നടത്തുമ്പോൾ ലോകത്തിന്റെ ഫാക്ടറി എന്ന് ഇന്ന് അറിയപ്പെടുന്നത് ചൈനയാണ്. ആ ചൈനയോടൊപ്പം ലോകത്തിന്റെ ഫാക്ടറി എന്ന് വരും ദിവസങ്ങളിൽ ഇന്ത്യയും അറിയപ്പെടും. ഇക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം ഇതൊരു അസംഭവ്യമായ കാര്യമൊന്നുമല്ല. ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ നിർമ്മാണ മേഖലയുടെ മൊത്തം ഉൽപാദനം ഏതാണ്ട് 930 ബില്യണോളം ആയി കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെയുള്ള സൂചനയുണ്ട്. ഒരുപക്ഷെ അവർ തന്നെ പറയുന്നുണ്ട്, ചിലപ്പോൾ ഈ പറയുന്ന 1500 ബില്യൺ അതായത് 1.5 ട്രില്യൺ എന്ന കണക്കിൽ നിന്നും 2 ട്രില്യനായിട്ട് ചിലപ്പോൾ അത് വർദ്ധിച്ചെന്നിരിക്കാം എന്നും അവര് പറയുന്നുണ്ട്. അതൊരു ആവറേജ് സിനേറിയോ ആണ് അവർ പ്രൊഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ എന്തായാലും ശരി, ഇന്ത്യയുടെ മാനുഫാക്ചറിങ് മേഖലയുടെ ഒരു കുതിപ്പ് അത് നമ്മുടെ ഒരു രാജ്യത്തിന്റെ പുരോഗതിയുടെ ഒരു വിലയിരുത്തലായിട്ട് തന്നെ നമുക്ക് കാണാം. വിദേശ രാജ്യങ്ങളൊക്കെ തന്നെ ഈ ഒരു കുതിപ്പിന് തീർച്ചയായിട്ടും അവര് അംഗീകരിക്കുന്നു. കണക്കുകൾ പ്രകാരം ഇപ്പോൾ ഇന്ത്യയുടെ GDP-യുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ the sum of all goods and services produced by a country within its geographical limits എന്ന് പറയും. അതായത് ഒരു രാജ്യം അതിൻ്റെ ഗുഡ്സ്, സാധനങ്ങൾ, ഫിസിക്കൽ ഗുഡ്സും അതുപോലെ തന്നെ സർവീസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഉദാഹരണത്തിന് ബാങ്കിങ്, മറ്റ് ടൂറിസം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മേഖലകളിലെ ടേൺ ഓവറും ഇതെല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോഴുള്ള ഒരു വർഷത്തിൽ ഒരു രാജ്യം രേഖപ്പെടുത്തുന്ന ഉൽപാദനമാണ് GDP. അതിനെ രാജ്യത്തിന്റെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ പെർ ക്യാപിറ്റൽ GDP. അപ്പോ ഈ രാജ്യത്തിന്റെ പല മേഖലകളും GDP-യിലേക്ക് അതിന്റെ സംഭാവനയാണ്. ഇപ്പൊ ഇന്ത്യയുടെ GDP ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സർവീസ് സെക്ടറാണ്. പക്ഷേ മാനുഫാക്ചറിങ് സെക്ടർ വെറും 15% മാത്രമാണ്. 2035 ഈ 15 എന്നുള്ളത് 20 കൂടും എന്നാണ് ലോകത്തെമ്പാടുമുള്ള പ്രമുഖ ധനകാര്യ ഏജൻസികൾ സൂചിപ്പിക്കുന്നത്. അതൊരു വികസിത രാജ്യത്തിന്റെ ലക്ഷണമാണ്. അതായത് നമ്മുടെ രാജ്യം ഉൽപാദന മേഖലയിൽ വലിയ കുതിപ്പ് നടത്തുമ്പോൾ നമ്മൾ ഇതുവരെ നമ്മുടെ രാജ്യത്തെ ഒരു സമ്പദ്ഘടനയുടെ ഒരു രൂപം അത് മാറിപ്പോകും. അതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ
രാജ്യത്ത് തൊഴിലവസരങ്ങൾ കൂടണമെങ്കിൽ ഉൽപാദന മേഖല വളരണം. കാരണം ഫാക്ടറികളിലാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ. സർവീസ് സെക്ടറിൽ അത്രയും തൊഴിലവസരം ഇല്ല. അപ്പൊ നമ്മളൊരു ബാങ്കിൽ ചെന്നാൽ ആ ബാങ്കിലെ നടക്കുന്ന ഒരു വർഷം നടക്കുന്ന ഇടപാട് ചിലപ്പം 5000 കോടിയായിരിക്കും ഒരു ബ്രാഞ്ചിൽ ചെന്നാൽ. പക്ഷെ അവിടെ നമ്മൾ നോക്കുമ്പോൾ ആകെ ഒരു 25-30 പേരായിരിക്കും ജോലി ചെയ്യുന്നത്. പക്ഷെ നേരെ മറിച്ച് 5000 കോടി രൂപ ടേൺ ഓവർ ഉള്ള ഒരു ഫാക്ടറിയിൽ നമ്മൾ ചെന്നാല് അവിടെ കുറഞ്ഞ ഒരു 1000 തൊഴിലാളികളെങ്കിലും ജോലി ഉണ്ടാകും. ഇതാണ് ഈ തൊഴിലവസരങ്ങളുടെ കാര്യത്തിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് ഉൽപാദന മേഖലയുടെ വളർച്ചയ്ക്ക് കൊണ്ട് മാത്രമേ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പറ്റൂ. അപ്പോൾ അതൊരു നല്ലൊരു സൂചനയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഈ ഒരു കണക്കുകളുടെ അടിസ്ഥാനം അവർ സൂചിപ്പിക്കുന്നത് ഇപ്പം ഇന്ത്യ 2014 ശേഷം വിവിധ മേഖലകളിൽ കൈവരിച്ച വളർച്ചയുടെ അടിസ്ഥാനത്തിലാണ് അവർ ഈ കണക്കൂട്ടലുകൾ ഒക്കെ നടക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഇലക്ട്രോണിക് വ്യവസായം 2015 ശേഷം 7 മടങ്ങ് വളർച്ച രേഖപ്പെടുത്തിയെന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പറ്റാത്ത, ഊഹിക്കാൻ പറ്റാത്ത ഒരു വളർച്ചയാണ്. 2015 ഇന്ത്യയിൽ നിന്നുള്ള ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വെറും $260 മില്യൺ മാത്രം മൂല്യമുള്ളതായിരുന്നു. അത് ഈ 2026 ആയപ്പോൾ ഏതാണ്ട് 29.6 ബില്യൺ. മറ്റേത് വെറും മില്യൺ. ഒരു ബില്യൺ പോലും 2015 ഇല്ലായിരുന്നു. അത് 29.5 ബില്യൺ ആയിട്ട് ഇപ്പൊ കൂടിയിരിക്കുക. അതാണ് ആ വളർച്ചയുടെ ഗതിവേഗം എന്നത്. അത് ഒരു ഇംഗ്ലീഷിലെ 2 തരത്തിലുള്ള എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്നും ഇൻക്രിമെന്റൽ ഗ്രോത്ത് എന്നും പറയും. ഇൻക്രിമെന്റൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ഞാൻ പറയുന്നത് 1+1 2, 2+1 3, അതങ്ങനെയുള്ള ഒരു വളർച്ചയ്ക്കാണ് ഇൻക്രിമെന്റൽ ഗ്രോത്ത്. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ 2x2 4, 4x4 16, 16x16 എത്രയാണ് 256. ആ രീതിയിലുള്ള ഒരു വളർച്ച, അതാണ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. ഒരു രാജ്യം യഥാർത്ഥത്തിൽ വികസിക്കണമെങ്കിൽ ഇൻക്രിമെന്റൽ ഗ്രോത്ത് കൊണ്ടൊന്നും കാര്യമില്ല. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ആ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ് നമ്മളിപ്പോ നമ്മൾ രേഖപ്പെടുത്തുന്നത്. ഇത് 2-3 കാര്യങ്ങൾ അതിനകത്തിലുണ്ട് എന്നാണ്. എന്താണ് ഇതിന്റെ ഈ വളർച്ചയുടെ കാരണം? വളർച്ചയുടെ ഒരു കാരണം സർക്കാർ ഒരുപാട് നിയന്ത്രണങ്ങൾ വ്യവസായ മേഖലയിൽ നിന്ന് നീക്കി. നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം അവനെ ശ്വാസം മുട്ടിക്കുന്ന ചുവപ്പ് നാടകളുടെ ആധിക്യം കുറഞ്ഞു. അതുപോലെ തന്നെ വിദേശത്തു നിന്നുള്ള നിക്ഷേപകരുടെ ധൈര്യം നമ്മുടെ നാട്ടിൽ കൊണ്ട് മുതൽ മുടക്കാനുള്ള അവരുടെ ധൈര്യം വർദ്ധിച്ചു. ഈ ജോലി ചെയ്യാൻ പ്രായത്തിലുള്ള ആൾക്കാരുടെ എണ്ണം, യുവാക്കളുടെ എണ്ണം കൂടി. സ്കിൽഡ് ആയിട്ടുള്ള ലേബറേഴ്സിന്റെ എണ്ണം കൂടി. അപ്പം ഇങ്ങനെ പല ഘടകങ്ങൾ ഇതിൽ ഉണ്ട്. ഈ ഘടകങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഉൽപാദന മേഖല വർദ്ധിച്ചത്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്സ് എന്ന് പറഞ്ഞ PLI എന്ന് പറയുന്ന ഒരു സ്കീം സർക്കാർ കൊണ്ടുവന്നു. അതായത് ഒരു മേഖലയിലേക്ക് മുതൽ മുടക്കുമ്പോൾ, ഒരു സ്വകാര്യ കമ്പനി വന്ന് മുതൽ മുടക്കുമ്പോൾ അവർക്ക് അതിന്റെ ഒരു ഇത്ര ശതമാനം സർക്കാരിന്റെ സഹായം കിട്ടും. അപ്പോൾ അത് ഇവിടെ മുതൽ മുടക്കാൻ പലർക്കും പ്രേരക ശക്തിയാവും. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു തവണത്തേക്കുള്ള ഒരു ചെലവാണ്. ഈ ചെലവ് കഴിഞ്ഞാൽ പിന്നീട് അവർക്കത് മുന്നോട്ട് കുതിക്കാനുള്ള ഒരു ഊർജവും പ്രോത്സാഹനവും. ഇപ്പൊ നമ്മുടെ സെമി കണ്ടക്ടർ മേഖല എടുത്തു നോക്കുക. ആ സെമി കണ്ടക്ടർ മേഖലയില് 50 ഒരാൾ മുതൽ മുടക്കുന്നതിന്റെ പകുതി തന്നെ സർക്കാർ അവർക്ക് തിരിച്ചു കൊടുക്കും. അപ്പൊ അത് അവരങ്ങ് വീട്ടിൽ കൊണ്ടുപോയില്ല, അവർ വീണ്ടും അതിവിടെ മുതൽ മുടക്കും. സെമി കണ്ടക്ടർ മേഖലയിൽ വലിയൊരു ആവാസ വ്യവസ്ഥ ഇന്ത്യയിൽ ഇപ്പൊ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഫൗണ്ടറി എന്ന് പറയുന്ന സെമി കണ്ടക്ടർ നിർമ്മിക്കുന്ന സ്ഥലം, ഡിസൈൻ ചെയ്യുന്ന ഡിസൈൻ ടെസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, അതിന്റെ സെമി കണ്ടക്ടറിന്റെ പാക്കിംഗ് ആയിട്ടുള്ള ഏരിയകൾ, ചുരുക്കി പറഞ്ഞാൽ അത് പിന്നെ ഏറ്റവും ഒടുവിൽ സെമി കണ്ടക്ടർ മേഖലയിൽ ഉപയോഗിക്കുന്ന കെമിക്കലുകളുടെ നിർമ്മാണം, ഇതൊക്കെ തന്നെ വലിയൊരു മുന്നേറ്റം നടത്തി. ഇപ്പൊ തന്നെ നമ്മുടെ ഈ വർഷം ഒടുവിൽ ഇന്ത്യയിൽ നിർമ്മിച്ച സെമി കണ്ടക്ടർ ചിപ്പുകൾ മാർക്കറ്റിൽ വരാൻ തുടങ്ങി. അതുപോലെ നമ്മൾ കുതിപ്പ് നടത്തിയ ഈ ഇലക്ട്രോണിക്സ് മേഖലയുടെ കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ആപ്പിൾ പോലുള്ള ഒരു ലോകത്തിലെ പ്രമുഖ കമ്പനി അവരുടെ മൊത്തം ആഗോള ഉൽപാദനത്തിന്റെ 25% ഇപ്പൊ ഇന്ത്യയിൽ നിന്നാണ്. ആ രീതിയിലേക്ക് മാറി. പണ്ട് അവർ ചൈനയെ മാത്രമാണ് ആശ്രയിച്ചിരുന്നത്. അവിടെയും ആ ഒരു മാറ്റം പ്രതിഫലിച്ചു. മറ്റൊരു മേഖല
ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് ആണ്. ലോകത്തിന്റെ വാക്സിൻ തലസ്ഥാനമാണ് ഇന്ന് ഇന്ത്യ. ഇന്ത്യയിൽ വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ടാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പല പകർച്ചവ്യാധികളും പൊട്ടിപ്പുറപ്പെടാതിരിക്കുന്നത്. മരുന്നിന്റെ വിലയുടെ അന്തരം നോക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് 2 അമേരിക്കൻ ടൂറിസ്റ്റുകൾ ഇന്ത്യയിൽ വന്നിട്ട് അവര് ഞെട്ടിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അമേരിക്കയിലെ 82,000 രൂപ വിലയുള്ള ഒരു മരുന്ന് അത് ഇന്ത്യയിൽ വന്ന് അവർ വാങ്ങിക്കുമ്പോൾ അവർ പറയുന്നു അവർക്ക് ചെലവായത് വെറും 3,000 രൂപയുടെ അടുപ്പിച്ച. ആ വ്യത്യാസം ഒന്ന് നോക്കി. അതുപോലെ മറ്റു ചില മരുന്നുകൾ 42,000 രൂപ അമേരിക്കയിൽ വരെയുള്ള ഒരു മരുന്ന്, ഇതെല്ലാം ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന മരുന്നുകളുടെ കാര്യമാണ്. ഒരു സ്ത്രീ എഴുതി അവർ ഇന്ത്യയിൽ വന്ന് വാങ്ങിക്കുമ്പോൾ അവർക്ക് വെറും 320 325 രൂപയ്ക്ക് അവർക്ക് ഇവിടുന്ന് കിട്ടുന്നത്. അപ്പൊ പല ആൾക്കാരും അമേരിക്കയിലെ ഈ വലിയ എലീറ്റ് ക്ലാസ്സിൽ പെടാത്ത ആൾക്കാർക്ക് രോഗം വന്നാൽ ജീവിക്കണമെങ്കിൽ ഒന്നുകിൽ അവർക്ക് ഇന്ത്യയിൽ വന്ന് മരുന്ന് വാങ്ങിക്കണം, അതല്ലെങ്കിൽ ഇവിടുന്ന് ഓർഡർ ചെയ്യും. അപ്പൊ അത്ര വ്യത്യാസമാണ് മരുന്നിന്റെ കാര്യത്തിൽ, വിലയുടെ കാര്യത്തിൽ എന്ന് അവർ പറയും. ആഫ്രിക്കൻ രാജ്യങ്ങളിലെ വാക്സിൻ അമേരിക്കൻ കമ്പനികൾ നിർമ്മിച്ചുകൊണ്ട് വിറ്റാൽ ഒരു ആഫ്രിക്കക്കാരനും അത് മുതലാവില്ല. പക്ഷെ ഇന്ത്യ നിർമ്മിക്കുന്ന വാക്സിൻ ആഫ്രിക്കക്കാരന് പോലും വാങ്ങിക്കാവുന്ന വിലയുള്ളൂ, ആർക്കും അഫോർഡബിൾ ആണ്. അപ്പൊ നമ്മുടെ രാജ്യം നേടിയിരിക്കുന്ന ഒരു സമഗ്ര പുരോഗതി ഒരുപക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് പോലും അതൊന്നും അറിയാൻ വയ്യ എന്നുള്ളതാണ് അതിന്റെ ഒരു വാസ്തവം. എന്തായാലും ശരി, ഇതൊരു ശുഭസൂചകമായ ഒരു പ്രൊഡിക്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും നാളും നമ്മളെ കുറിച്ചുള്ള ഡൂംസ്ഡേ പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാശത്തിന്റെ പ്രവചനങ്ങളാണ് നമ്മൾ പലരും പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊക്കെ മാറി. ഇപ്പോ പണ്ട് ഇന്ത്യ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ്, ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞ ഒരു രാജ്യത്ത് നിന്നും പല കാര്യങ്ങൾക്കായിട്ട് പുറത്തേക്ക് ഒഴുകുന്ന പണവും ആ രാജ്യത്തേക്ക് വരുന്ന പണം, അത് ചിലപ്പം ഒരു രാജ്യത്തേക്ക് വരുന്ന പണം എന്ന് പറഞ്ഞാൽ ആ ഗുഡ്സ് വിൽക്കുന്ന സാധനങ്ങൾ, നമ്മുടെ നാട്ടിലുണ്ടാക്കിയ ഉൽപ്പാദിപ്പിച്ച വസ്തുക്കൾ വിൽക്കുന്ന പണം, സർവീസ് വിറ്റ പണം, പുറത്തുനിന്ന് വരുന്ന റെമിറ്റൻസ്, പുറത്തുനിന്ന് വരുന്ന ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഇതെല്ലാം അവിടെ ചേരുന്നതാണ്. അതും നമ്മൾ പുറത്തേക്ക് ഇറക്കുമതിക്കായിട്ട് ഇപ്പം പെട്രോളോ ഡീസലോ വാങ്ങിക്കാനോ മറ്റ് ഇലക്ട്രോണിക് ഉൽപ്പന്നം വാങ്ങിക്കാൻ അതിന് ഒക്കെ വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന പണം, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ്. ആ ബാലൻസ് ഓഫ് പേയ്മെന്റ് പണ്ട് ഇന്ത്യക്ക് ഒരിക്കലും ഒരു ക്രൈസിസ് വരെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറിയിട്ട് ഇപ്പം ബാലൻസ് ഓഫ് പേയ്മെന്റിലെ ഇന്ത്യയുടെ സ്ഥിതി സർപ്ലസ് ആണ്. ഈ വർഷം സർപ്ലസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 2023 സർപ്ലസ് ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളിലൂടെ വന്ന ആകെയുള്ള നമുക്കിപ്പോ ഉള്ള ഒരേ ഒരു കുഴപ്പം, നമ്മുടെ ഉൽപാദനം മർച്ചൻഡൈസ് ഗുഡ്സിന്റെ കാര്യത്തിൽ നമുക്ക് ഇതുവരെ സർപ്ലസ് ഇല്ല. ലോകത്തിൽ അത് ചൈനയ്ക്കാണ് ഏറ്റവും വലിയ സർപ്ലസ്. അപ്പൊ ആ കാര്യത്തിലും പതുക്കെ നമുക്ക് സർപ്ലസ് ഉണ്ടാകും എന്നൊരു സൂചനയാണ് ഈ പ്രവചനം നമുക്ക് തരുന്നത്. എന്തായാലും ഇതൊക്കെ വലിയ ഒരു നേട്ടങ്ങൾ തന്നെയാണ് ഒരു രാജ്യത്തിന്റെ ചരിത്രത്തിൽ. ഇത് വരും ദിവസങ്ങളിൽ ധനകാര്യ മേഖലയിലെ ഇത്തരം പുതിയ വിവരങ്ങളും പുതിയ ഡേറ്റകളും അതുപോലെ അതിന്റെ അടിസ്ഥാനത്തിലുള്ള വിശകലനങ്ങളുമായിട്ട് നമുക്ക് നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വീണ്ടും എത്താം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. നന്ദി. താങ്ക് യു സാർ.